ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ദുൽഖർ സൽമാൻ മലയാളത്തിൽ പരിചയപ്പെടുത്തുന്ന അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. വെയ്ഫറർ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ കല്യാണി പ്രിയദർശൻ, എസ്എൽഎൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നാളെ ഈദ് സ്പെഷ്യലായിട്ട് വൈകിട്ട് 6 മണിക്ക് റിലീസ് ആകും എന്നൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഇന്ന് ഒഫീഷ്യലായിട്ട് ഈ പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ട് അറിയിച്ചിരിക്കുന്നത്. ഈദ് സ്പെഷ്യൽ അപ്ഡേറ്റ് ആയിട്ട് നാളെ ഒരു പാൻ ഇന്ത്യൻ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം കൂടി വരുന്നുണ്ട്. അല്ലു അർജുന്റെ 22ാമത്തെയും അറ്റ്ലിയുടെ 6ാമത്തെ സിനിമ കൂടിയായ അറ്റ്ലി അല്ലു അർജുൻ കോംബോയിൽ ഒരുമിക്കുന്ന സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനമാണ് നാളെ രാവിലെ 11 മണിക്ക് പുറത്തുവരുന്നത്. സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഒരു ടൈറ്റിൽ പ്രഖ്യാപനം അതല്ലെങ്കിൽ നായികയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ആയിരിക്കും നാളെ വരിക എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ഈ വർഷത്തിലെ മലയാളത്തിലെ വലിയ ഡിസാസ്റ്ററായി മാറിയ സിനിമകളിൽ ഒന്നാണ് പൈങ്കളി. ചിത്രം ഒരാഴ്ച മുന്നേ മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്നു. സിനിമയുടെ ആദ്യ TRP പുറത്തു വരുമ്പോൾ 2.20 മാത്രമാണ് സിനിമയുടെ TRP. ഇന്ത്യയിൽ നിന്ന് വരുന്ന അടുത്ത സൂപ്പർ ഹീറോ സിനിമകളിലെ വമ്പൻ സിനിമയായിട്ട് മാറുമെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിക്കാവുന്ന സിനിമയാണല്ലോ ലോകേഷിന്റെ സംവിധാനത്തിൽ ആമിർ ഖാൻ നായകനായി എത്തുന്ന സൂപ്പർ ഹീറോ സിനിമ. ഇപ്പോഴത്തെ ഈ സിനിമ നേരത്തെ ലോകേഷ് സൂര്യ കോംബോയിൽ വരേണ്ടിരുന്ന ഇരുമ്പുകൈ മായാവി എന്ന ഫാന്റസി സൂപ്പർ ഹീറോ സിനിമയുടെ അപ്ഡേറ്റ് ആക്കപ്പെട്ട വെർഷനാണ് എന്നൊരു അൺഒഫീഷ്യൽ റൂമേഴ്സ് ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരുപാട് സിനിമകളിൽ നിന്നാണല്ലോ സൂര്യ പിന്മാറിയിരിക്കുന്നത്, അതല്ലെങ്കിൽ സൂര്യയെ മാറ്റിയിരിക്കുന്നത്. അവയിൽ ഒന്നുകൂടിയായിട്ട് ഈ ചിത്രം മാറുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. ലോകേഷിന്റെ പ്രതികരണങ്ങൾ കേട്ട് കാത്തിരിക്കാം. ഒരുപാട് ഇൻഡസ്ട്രീറ്റ് വിജയങ്ങളുള്ള ലാലേട്ടന്റെ ഏറ്റവും പുതിയ ഇൻഡസ്ട്രീറ്റ് വിജയം നേരിടുത്ത സിനിമയായിരുന്നല്ലോ തുടരും. സിനിമയുടെ 7ാമത്തെ വെള്ളിയാഴ്ചയാണ് ഇന്ന് തിയേറ്ററുകളിൽ. OTT റിലീസ് ചെയ്തിട്ട് സിനിമ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ്. എന്നാൽ ലാലേട്ടന്റെ തന്നെ ഒരു വൻ തരംഗമായ സിനിമ ചോട്ടാ മുംബൈ റിലീസും ചെയ്തിരിക്കുകയാണ്. എന്നിട്ടും ഇന്ന് 7ാമത്തെ വെള്ളിയാഴ്ച സിനിമയ്ക്ക് കേരളത്തിൽ 1 ലക്ഷത്തിന് മുകളിൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്നിരിക്കുന്നു എന്നാണ് ഈ വീഡിയോയിലൂടെ പ്രത്യേകം പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. അടുത്ത ശനി ഞായർ ദിവസങ്ങളിലും ഇനിയും സിനിമയ്ക്ക് 1 ലക്ഷത്തിലേറെ കേരള ഗ്രോസ് ഉണ്ടാകുമെന്ന് ഇതോടെ ഉറപ്പിക്കാം.